ഉമ്മർ സാർ എല്ലാവരെയും ഞാൻ മുസ്തഫ സാറ് എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് 2 പ്രോഡക്റ്റിന്റെ ട്രെയിനിങ് ആണ് എടുക്കുന്നത്. ഡൈബ ലൈഫും നെർവ് എനർജിയും. നമ്മുടെ പ്രിയപ്പെട്ട അംബിക മാഡം അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം ആദ്യം നമുക്ക് ഡയബ ലൈഫിനെ കുറിച്ചിട്ട് നോക്കാം. ഡയബ ലൈഫ് എന്തിനുള്ള പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക്, പ്രമേഹം, അതിനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡയബ ലൈഫ്. അപ്പൊ നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം? എന്താണ് ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം? നമ്മൾ ആ ഒരു വാക്ക് കേട്ടിട്ടേ ഉള്ളൂ അല്ലെ. ഷുഗർ, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിക് അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. 3 തരത്തിലാണ് ഡയബറ്റിക് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് പ്രമേഹം ഉണ്ടാകുന്നത്. അതിൽ ടൈപ്പ് 1 പ്രമേഹം ചെറുപ്പത്തിൽ തന്നെ കണ്ടുവരുന്ന പ്രമേഹമാണ്. ചില കുട്ടികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ചെറിയ വയസ്സിൽ തന്നെ അവരെന്താണ് ഡയബറ്റിക് ആയിട്ടിരിക്കും. അതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണത്. അങ്ങനെ പറഞ്ഞാൽ എന്താ നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ പ്രമേഹത്തിൽ എന്തിനെയാണ് ശരീരം നശിപ്പിക്കുന്നത് നോക്കാം. ബീറ്റ കോശങ്ങളെയാണ്. അത് ബീറ്റ കോശങ്ങൾ ഒട്ടും തന്നെ ഇല്ല എങ്കിൽ നമുക്ക് ഇൻസുലിന്റെ ഉൽപാദനം നടക്കുകയില്ല. അതാണ് എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ. ഇനി ടൈപ്പ് 2, ഇൻസുലിൻ കോശങ്ങളിലേക്ക് എടുക്കാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം 2 വരുന്നത്, ടൈപ്പ് 2 വരുന്നത്. അത് മെയിൻ ആയിട്ട് ആർക്കൊക്കെയാണ് കാണുന്നത് നോക്കാം. പ്രഗ്നൻസി ലേഡീസ്, ഗർഭകാലത്തിൽ കാണുന്ന പ്രമേഹം. ചില സ്ത്രീകൾക്ക് ഉണ്ട് അല്ലെ, പ്രഗ്നൻസി ടൈമിൽ മാത്രം അവര് ഡയബറ്റിക് ആയിരിക്കും. അവരുടെ ഡെലിവറി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവര് മോചിതനാവുകയും ചെയ്യും. ടൈപ്പ് 2 പ്രമേഹം വരുന്നത്. ഇനി ടൈപ്പ് 3, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെ കുറിച്ചുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെക്കും കിട്ടിയിട്ടില്ല. ആ ഒരു റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇങ്ങനെ 3 ടൈപ്പ് പ്രമേഹമാണ് കണ്ടുവരുന്നത്. ഇനി ഡയബറ്റിക് വരാനുള്ള കാരണങ്ങൾ എന്താ നോക്കാം. നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, ഡയബറ്റിക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഓവറായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തത്, ഇന്ത്യക്കാരുടെ ആ ഒരു ബോഡി ഘടന, ശരീരത്തിന്റെ ആ ഒരു സ്ട്രക്ചർ, അതെന്താണ് പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെയുള്ള ഘടനയാണ്? ചില ആൾക്കാർക്ക് വയറ് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത ഒരു വിഭാഗം വരുന്നത് പാരമ്പര്യമായി പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ ഉപ്പാക്കോ ഉമ്മാക്കോ ഉണ്ടെങ്കിൽ ആ ഒരു ഡയബറ്റിക് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്കും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലായിട്ട്. ജനിക്കുന്ന കുട്ടിക്ക്, ഇപ്പൊ ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് 4 കിലോയിലും കൂടുതലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അമ്മമാർക്ക് പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രസവിക്കുന്ന സമയത്ത് ആ ഒരു കുഞ്ഞിന് 4 കിലോ വെയിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ ആ ഒരു അമ്മക്ക് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് എന്താണ് പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പ്രമേഹ രോഗികളിൽ എന്തൊക്കെ വരാനുള്ള ചാൻസ് ആണുള്ളത്? ഹൃദയ രോഗങ്ങൾ. അതായത് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്, ഒരാൾക്ക്
ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെന്താണ്, നെർവ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെ വൃക്കയെയും മൂത്രാശയ രോഗത്തിനെയും ബാധിക്കുന്ന അസുഖങ്ങൾ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്കൊരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഭാവിയിൽ? ഹൃദ്രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, നെർവ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് നെർവ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ? നമ്മുടെ നാഡീമർമ്മം, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വൃക്കയെയും മൂത്രാശയ രോഗത്തിനെയും ബാധിക്കുന്ന അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇത്തരം ആൾക്കാരിൽ. പിന്നെ നമ്മുടെ പല്ലിന്, അതായത് മോണക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പല്ല് വേദന ശ്രദ്ധിച്ചിട്ടുണ്ട്, മോണപ്പഴുപ്പ്, മോണവേദന ഒക്കെ വരാനുള്ള ചാൻസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. പിന്നെയുള്ള അവസ്ഥയാണ്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് റെറ്റിനോപ്പതി, അതായത് നമ്മുടെ കണ്ണിന് വരുന്ന പ്രശ്നം. പിന്നെന്താ ഉണ്ടാവുക? മുറിവൊക്കെ ഉണങ്ങാനായിട്ടുള്ള താമസം. നമ്മൾ കാലിലോ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ഉള്ള നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ, ഉമ്മമാർക്കോ അല്ലെങ്കിൽ വലിയമ്മമാർക്കോ ഒക്കെ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും അല്ലെ? കാലിലൊക്കെ മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് താമസം ഉണ്ടാവും. പിന്നെന്താണ്, അൽഷിമേഴ്സ് രോഗം വരാനും സാധ്യത വളരെ കൂടുതലാണ്. കാലക്രമേണ അവർക്ക് അൽഷിമേഴ്സ് എന്ന രോഗം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഗർഭകാലത്താണ് പ്രമേഹം വന്നത് എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ എഴുതി വെക്കുന്ന ആൾക്കാർക്കായിട്ട് ഞാൻ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ പ്രമേഹം എന്താണെന്ന് നോക്കാം. എന്താണ്? നമ്മുടെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവിൽ അമിതമായി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഡയബറ്റിക്, അതായത് പ്രമേഹം ഉണ്ടാവുന്നുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതില് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കണ്ടുവരുന്ന പ്രമേഹ രോഗമാണ്. ചില കുട്ടികൾക്കൊക്കെ ചെറിയ വയസ്സിൽ തന്നെ, നമുക്കൊരു 10 വയസ്സ്, ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹം പിടിപെട്ടതായിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. അതിനെയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ കോശങ്ങളെ നമ്മുടെ ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ പ്രമേഹത്തിൽ എന്തിനെയാണ് ശരീരം നശിപ്പിക്കുന്നത്? പാൻക്രിയാസിൽ നിന്ന് വരുന്ന കോശങ്ങളെ, അതായത് ബീറ്റ കോശങ്ങളെയാണ് ഈ ഒരു അവസ്ഥയിൽ ശരീരം നശിപ്പിക്കുന്നത്. അപ്പോൾ പാൻക്രിയാസിൽ ബീറ്റ കോശങ്ങൾ ഒട്ടും തന്നെ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഇൻസുലിന്റെ ഉൽപാദനം അവിടെ നടക്കുകയില്ല. പിന്നെ വരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2. ഇൻസുലിൻ കോശങ്ങളിലേക്ക് എടുക്കാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ഇത് മെയിനായിട്ട് ഗർഭകാലത്തിൽ കാണുന്ന പ്രമേഹമാണ് ടൈപ്പ് 2. പിന്നെ വരുന്നത് ടൈപ്പ് 3. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവിനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അത് ആ ഒരു അവസ്ഥ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് എന്താ പറയാ, മെഡിസിൻസ് എടുത്തിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലും അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. ആ ഒരു രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി നോക്കുന്നത് ഡയബറ്റിക് വരാനുള്ള കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്താണ്? ഒരു വ്യായാമവും ചെയ്യാണ്ട് അലസമായിട്ട് മടി പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കിടക്കുക, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, വേറെ ശരീരത്തിന് ഒരു എന്താ പറയാ, എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഡയബറ്റിക് വരാനുള്ള കാരണങ്ങൾ ഏറ്റവും കൂടുതലാണ്. പിന്നെ വരുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക്, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്കും എന്താണ് ഡയബറ്റിക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇന്ത്യക്കാരുടെ ബോഡി ഷേപ്പ്, ആ ബോഡി ഘടന, ശരീരത്തിന്റെ സ്ട്രക്ചർ, പ്രമേഹം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വീട്ടിലെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ നമ്മൾ വല്യപ്പാക്കും വല്യമ്മാക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ചാൻസ്, ഈ ഒരു ഷുഗർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
പിന്നെ വരുന്നത് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരിലും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് 4 കിലോയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ പ്രസവിച്ച ആ ഒരു അമ്മയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം പ്രമേഹം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ, ഒന്നാമത്തേത് ഹാർട്ടിന്റെ പ്രോബ്ലം, ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെർവ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ വൃക്കയെയും മൂത്രാശയത്തിന്റെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ മോണ, പല്ലുവേദന, അങ്ങനത്തെ സംഭവം, മോണപ്പഴുപ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെയുള്ളൊരു അവസ്ഥ, അതായത് ഷുഗർ ഒക്കെ വന്ന് വർഷങ്ങൾക്ക് ശേഷം കാലക്രമേണ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. പിന്നെ നമുക്ക് മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനുള്ള താമസം, അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഗർഭകാലത്താണ് പ്രമേഹം വന്നത് എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ABC ഓഫ് ഡയബറ്റീസ് നമുക്ക് എന്താ നോക്കാം. ഒരു പ്രമേഹ രോഗിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ് ABC. അതായത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇട്ടിട്ടുള്ളതാണ് ABC എന്നുള്ളത്. അതിൽ A എന്നാൽ A1C, അതായത് ഗ്ലൈറ്റേറ്റഡ് ഹീമോഗ്ലോബിൻ, അതിന്റെ അളവ് നോർമൽ ആയിരിക്കണം. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൃത്യമായിരിക്കണം. B എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൃത്യമായിരിക്കണം. C കൊളസ്ട്രോള് കൃത്യമായിരിക്കണം. ഇത് 3ഉം എപ്പോഴും നോർമൽ ആയിരിക്കണം. ഇനി ഷുഗറിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും, അതായത് ഭക്ഷണത്തിന്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന ടെസ്റ്റ്. വെറും വയറ്റില്, അതായത് ഫാസ്റ്റിങ്ങിൽ എടുക്കുന്ന ഒരു ടെസ്റ്റും ഭക്ഷണത്തിന് ശേഷം എന്താ പറയാ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ടെസ്റ്റ്. ഇത് നമ്മൾ നോർമൽ ആയിട്ട് എല്ലാവരും എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യാന്. ഇത് കൂടാതെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. എന്താണ്? HbA1c, അതായത് അധികം ആരും കേട്ടിട്ടില്ലാത്ത ടെസ്റ്റാണ് HbA1c. അതായത് എന്താണ്? ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. എന്താണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാല്? രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെയാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. 3 മുതൽ 4 മാസം വരെ RBCയിൽ ചേർന്നിട്ടുള്ള ഷുഗർ ആണ്. അതിന്റെ അളവിനെയാണ്, അതായത് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന്റെ അളവിനെ നോക്കുന്ന ടെസ്റ്റ് ആണ് HbA1c. ഇനി ബ്ലഡ് ഷുഗറിന്റെ ചാർട്ട് നോക്കാം. എങ്ങനെയാണ് നോർമൽ അളവ്, കൂടുതൽ അളവ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോർമൽ, അതായത് 70ന്റെയും 100ന്റെയും ഇടയിൽ വരുന്നതാണ് നോർമൽ ഒരു അളവ്. നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ 70 to 100ന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് നോർമൽ അളവാണ്. അതേപോലെ തന്നെ പ്രമേഹത്തിന്റെ ആരംഭം തുടക്കത്തില് 101നും 126നും ഇടയിൽ വരുന്നതാണ് പ്രമേഹത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. പിന്നെ പ്രമേഹം മൂർച്ഛിച്ച് എങ്കിൽ 126ലും അധികം വരുന്ന ഒരവസ്ഥ പ്രമേഹം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫാസ്റ്റിങ്ങിലത്തെ റിസൾട്ട് ആണ് ട്ടോ പറയുന്നത്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന ആ ഒരു റിസൾട്ടില് എന്താണ്? 140ന് താഴെ വരുന്ന റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രമേഹത്തിന്റെ ആരംഭത്തിലുള്ള ആ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140നും 200നും ഇടയിലാണ്. ഇനി 200ലും അധികമായാൽ എന്താണ്? പ്രമേഹം മൂർച്ഛിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് HbA1c എങ്ങനെ നോക്കാം. ഇത് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. അതായത് 3 മുതൽ 4 മാസം വരെയുള്ള ആവറേജ് 5നും 5.7നും കൺട്രോളിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ 3 മാസത്തെ എന്താണ് രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവിനെയാണ് നോക്കുന്നത്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, ഈ ഒരു അളവാണ് HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റിൽ നോക്കുന്നത്. 3 മുതൽ 4 മാസം വരെയുള്ള ആവറേജ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ 4.5നും 5.7നും
ഇടയിലാണ് നമ്മൾ റിസൾട്ട് എങ്കിൽ നമ്മൾ കൺട്രോളിലാണ് നമ്മുടെ ഷുഗർ. നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ബാധിച്ചിട്ടില്ല, നമ്മൾ കൺട്രോൾ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി 5.7-നും 6.5-നും ഇടയിലാണെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണ്, നമുക്ക് സിഗ്നൽ കിട്ടി നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് വന്നു തുടങ്ങി എന്നുള്ളതിന്റെ ആ ഒരു റിസൾട്ട് ആണ് ഈ പറയുന്നത്. ഇനി 6.5-ന് മുകളിലാണ്